നമ്മളിന്ന് സംസാരിക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊരു ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട്, SIP എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് SIP എന്താണ് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് ചോദിച്ചു നോക്കാം. SIP എന്ന വാക്കിൻ്റെ ഫുൾ ഫോം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ്. അതൊരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. നമ്മുടെ മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ കിട്ടുന്ന ഒരു ശമ്പളത്തിൽ നിന്ന് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കുന്ന ഒരു മെത്തേഡ് ആണ് SIP എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ബാങ്കിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നു, ശമ്പളത്തിന് ഒരു ഭാഗം സേവിങ്സ് ആയിട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD പോസ്റ്റ് ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യുകയും ചിട്ടി ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചേരുകയും. ഇതെല്ലാം SIPയുടെ പല പല രൂപങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ SIP എന്ന വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക മ്യൂച്വൽ ഫണ്ട് എന്ന ഒരു അതിലായിരിക്കും ഈ വേർഡ് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ? മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി തന്നത്. അതായത് മാസത്തിൽ കിട്ടുന്ന ഒരു ഭാഗം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുക എന്നൊരു കൺസെപ്റ്റ് അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIPയിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നിശ്ചിത തുക നമ്മൾ എല്ലാ മാസവും മാറ്റി വെച്ച് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15-20 വർഷം കഴിഞ്ഞിട്ട് അത് കോടികൾ രൂപകളായി മാറും എന്ന ഒരു സ്വപ്നം ആണ് നമ്മൾ പലരും കാണുന്നത്. ആ സ്വപ്നത്തിലേക്കാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ ഈ ഒരു രീതിയിൽ ഇത് സംഭവിക്കണമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഷെയർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന്റെ ഒരു അംശമാണ്. അപ്പോൾ ഈ ബിസിനസ്സുകൾ മാറുന്നതനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ അവസരങ്ങൾ മാറുകയാണ്. മിക്കവരും ഒരു SIP ചെയ്തു വരുമ്പോൾ തുടങ്ങുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഇത് ഓൾറെഡി ചെയ്ത 1-2 ഫ്രണ്ട്സിനോട് സംസാരിക്കുകയോ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വരുന്ന ഒരു അഡ്വൈസറോട് സംസാരിക്കുകയോ, അല്ലെങ്കിൽ അറിയുന്ന ഒരാളോട് സംസാരിച്ചിട്ട് അങ്ങനെ തുടർന്ന് നമ്മൾ പോവുകയാണ്. എന്നിട്ട് പിന്നെ 5-10 വർഷം അതേ ഫണ്ടിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതാണ് മിക്കവരും ചെയ്യുന്ന പ്രക്രിയ. ഒരു പക്ഷേ അത് ഒരു റൈറ്റ് അപ്രോച്ച് ആവില്ല ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടാവാൻ എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന 4 ഫണ്ടുകൾ ഉണ്ടായിരുന്നു. ആ 4 ഫണ്ടിലേക്കാണ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സത്യത്തിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇപ്പൊ ഒരു 5 വർഷമായി. അപ്പൊ ഇനി ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്? ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോളം താങ്കളിപ്പോൾ ചെയ്ത കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. 5 വർഷം തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇന്ന് ഈ 5 വർഷം കൊണ്ട് ഒരു തുകയായല്ലോ. ഇനി നമുക്ക് കുറച്ചൊരു എക്സ്പീരിയൻസും ആയാലോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ മ്യൂച്വൽ ഫണ്ട് വഴി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് വേറെ എന്തൊക്കെ ഈ പൈസ വെച്ച് ചെയ്യാം. നമുക്ക് പല പല മറ്റുള്ള അവസരങ്ങൾ ഓപ്പൺ അപ്പ് ആയി വരും. എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് തന്നെ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും എന്തായിരിക്കും ഒരു മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് എന്ന വലിയ വലിയ കാറ്റഗറി ഫണ്ട്സിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഒരു പക്ഷേ ഒരു അഡ്വൈസറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അടുത്ത വർഷം കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് മറ്റുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും മാറുകയുണ്ടാവും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയട്ടെ. അതായത് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ചില 3-4 ഫിക്സഡ് ആയിട്ടുള്ള ഫണ്ടുകളിലേക്കായിരുന്നു പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെയൊക്കെ ഒരു വലിയൊരു ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ എന്റെ കയ്യിലേക്ക് മൊത്തം വന്നു എന്ന് വിചാരിച്ചു. ആ 10 ലക്ഷം രൂപ ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ എന്റെ സ്വന്തം ഒബ്സർവേഷൻസ് അനുസരിച്ചോ മറ്റൊരു സാധനത്തിലേക്ക്, അതായത് ഷെയർ മാർക്കറ്റിൽ തന്നെയുള്ള മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഇനി പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫണ്ടിലേക്കോ മാറ്റി വെക്കുന്നത് എപ്പോഴും നമ്മൾ ഒബ്സർവന്റ് ആവണം. എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് നമ്മുടേതായ ഒരു ധാരണ വേണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ 15 വർഷം 20 വർഷം കൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് കോടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഉണ്ടായിക്കൂടായികയില്ല. ഒരു പക്ഷെ നമ്മൾ ചെയ്തത് ശരിയായി പോയെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടായെന്നും ഇരിക്കും. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നെ കുറിച്ച് എന്നാണ് അതിന്റെ ഒരു പോയിന്റ്.
അപ്പൊ ചുരുക്കം പറഞ്ഞാൽ SIP എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ RD ഇടുന്നത് പോലെ എല്ലാ മാസവും 1000 രൂപ അതിലേക്ക് ഇട്ടാൽ മാത്രം പോരാ, അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടും ഇരിക്കണം അല്ലെ? അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ SIP എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങുക, ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് വറീഡ് ആകുന്ന നിങ്ങളൊരു വീട്ടമ്മയാകാം അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാകാം, ഇങ്ങനെ ആരുമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി നേടാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.